പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരുവിനെ ഒഴിവാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കാഞ്ഞങ്ങാട്ടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന സെക്രട്ടറി എം വിജിൻ MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗളൂരുവിനെ ഒഴിവാക്കിയാൽ കേരളത്തിലേക്കുള്ള ട്രെയിനുകളുടെ എണ്ണം കുറയുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം വിജിൻ MLA പറഞ്ഞു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മംഗളൂരുവിനെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് ഒഴിവാക്കി മൈസൂരു ഡിവിഷനോട് ചേർത്ത് വെക്കാനാണ് റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം മുതൽ ഈ തീരുമാനം നടപ്പാക്കുമെന്നാണ് അറിവ്. ഇതോടെ മംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള ട്രെയിൻ സർവീസ് ഗണ്യമായി കുറയുക മാത്രമല്ല, നിലവിലുള്ള ട്രെയിനുകൾ തന്നെ നിർത്തലാക്കുകയും പുതിയ ട്രെയിനുകൾ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയും വന്നുചേരും. പാലക്കാട് റെയിൽവേ ഡിവിഷന് ഇതുമൂലം 60% സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഡിവൈഎഫ്ഐ കേന്ദ്ര നടപടിക്കെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണെന്നും എം വിജിൻ വ്യക്തമാക്കി. പാലക്കാട് ഡിവിഷനെ വെട്ടിമുറിച്ച ആ ഡിവിഷന് അന്ത്യം കുറിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിൽ കാര്യമായ ഒരു ഇടപെടൽ നടത്താതെ കേന്ദ്ര ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ നയത്തിൽ കൂടി പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കാസർഗോഡ്, കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തും ഇന്ന് രാവിലെ ഷൊർണൂരും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സമരം നടത്താൻ തീരുമാനിച്ചു. ഇന്നലെ പാലക്കാട് ഡിവിഷനിൽ ഡിവൈഎഫ്ഐയുടെ സമരം നടന്നു. തുടർച്ചയായ സമരം ഈ ജനകീയമായ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് MV രതീഷ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K അനുഷേദ്യ, V ഗിനീഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് സ്വാഗതം പറഞ്ഞു. പുതിയകോട്ടയിലെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു. ശക്തമായ മുദ്രാവാക്യം വിളികളുമായി യുവതി-യുവാക്കൾ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയുള്ള തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.